السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. മുബാറക്കായ പവിത്രമായ ഇതുപോലത്തെ ഒരു റമദാനുൽ ഷരീഫിൽ അറേബ്യൻ ഉപദ്വീപിൽ ഇന്ന് സൗദി അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന മക്ക മദീനയുടെ ഇടയിലുള്ള ബദർ എന്ന് പറയുന്ന പ്രദേശത്ത് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുഅ്മിനീങ്ങളായ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളും ആ പ്രവാചകനെയും അവിടുത്തെ ദഅവത്തിനെയും അത് സ്വീകരിച്ച മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും തകർക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമം നടത്തിയ മുശ്രിക്കീങ്ങളും തമ്മിൽ നടന്ന യുദ്ധമാണ് ഗസ്വത്തു ബദർ അൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്, ബദർ യുദ്ധം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ചരിത്ര പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും പറയുന്നത് അത് റമദാനിൻ്റെ 17 അന്നായിരുന്നു, ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്നുള്ളതാണ്. അതല്ല, റമദാൻ 19 എന്നും അഭിപ്രായങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചില പണ്ഡിതന്മാർ എഴുതി രേഖപ്പെടുത്തി വച്ചതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ശത്രുക്കളായ മുശ്രിക്കീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും നിഅമത്തുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെയും അവിടുത്തെ ദഅവത്തിനെയും തകർക്കാൻ വേണ്ടി പകലുകൾ വ്യത്യാസമില്ലാതെ അവർ ശ്രമിച്ചപ്പോൾ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മക്കയിൽ ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം. അങ്ങനെ അവർ മദീനയിലെത്തിപ്പെട്ട് ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിൽ അതിനോടടുത്ത കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ സമയത്ത് ദീനിൻ്റെയും തങ്ങളുടെ സ്വത്തിൻ്റെയും ശരീരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ശത്രുക്കളായ ആളുകളോട് പ്രതിരോധിക്കാം എന്നുള്ള അനുവാദം, യുദ്ധം ചെയ്യാനുള്ള നിർബന്ധമായ കൽപ്പനയില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രതിരോധിക്കാൻ അനുവാദമുണ്ട് എന്നുള്ള ആയത്തുകൾ ഇറക്കി. അതിനോട് തുടർന്നുകൊണ്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സമയങ്ങളിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആയത്തുകളും ഇറക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ തൻ്റെ അനുചരന്മാരിൽപ്പെട്ട പല ആളുകളെയും കൂട്ടങ്ങളെയും ശത്രുക്കളായ ആളുകളോട് ആക്രമിക്കാനും അവരോട് നേരിടാനും വേണ്ടി ശരീഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളെ അയക്കുമായിരുന്നു. പക്ഷേ അതിലൊന്നും ശത്രുക്കളുമായി ഒരു ഏറ്റുമുട്ടലുകൾ ഇല്ലാതെ പ്രവാചകൻ പറഞ്ഞയച്ച ആ സംഘങ്ങൾ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രമുഖനായ ആ മനുഷ്യൻ, അന്ന് മുശ്രിക്കീങ്ങളുടെ പക്ഷത്തായിരുന്ന, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ബഹുമാന ആദരണീയനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മക്കയിലുള്ള ആളുകളിൽ നിന്ന് വമ്പിച്ച സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. അങ്ങനെ ആ കച്ചവട സംഘം 1000-ഓളം വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ചുമക്കപ്പെട്ട 10,000-50,000 വരുന്ന സ്വർണ്ണ നാണയങ്ങൾ അടക്കമുള്ള വമ്പിച്ച സമ്പത്തുമായി മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ അനുചരന്മാരോട് ഈ പറയുന്ന കച്ചവട സംഘത്തെ മക്കയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് തടഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തൻ്റെ അനുചരന്മാർക്കും മക്കയിൽ നഷ്ടപ്പെട്ട സമ്പത്തിന് പകരം ചോദിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരവസരമാണ്, അത് നാം ഉപയോഗപ്പെടുത്തണമെന്ന് വിളംബരം ചെയ്തു. നിർബന്ധമായി യുദ്ധത്തിന് പോരണമെന്ന് ആരോടും കൽപ്പിക്കാതെ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ പോരാം, ഞാൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുകയാണ്, തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സാധാരണ റസൂൽ അതിൻ്റെ മുമ്പ് അയച്ച സൈന്യങ്ങളൊന്നും ശത്രുക്കളുമായി ഏറ്റുമുട്ടലില്ലാത്തത് കൊണ്ട് തന്നെ മദീനയിലുള്ള പല സ്വഹാബികളും ഇതും അതുപോലത്തെ ഒരു അന്വേഷണം മാത്രമായിരിക്കും, യുദ്ധമോ സംഘട്ടനമോ കൊലയോ അതിൽ നടക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പലരും റസൂലിൻ്റെ കൂടെ അതിൽ പങ്കെടുത്തില്ല. നിർബന്ധമായൊരു കൽപ്പന ഇല്ലായിരുന്നു താനും.
300 ചില്ലാനം സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഈ പറയുന്ന യാത്രയിൽ പങ്കെടുത്തത്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖ്തസർ സാദുൽ മആദ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ ധാരാളം, സഫീർ റഹ്മാൻ മുബാറക് ഫൂരി ഇന്ത്യക്കാരനായ അദ്ദേഹത്തിന്റെ അർ റഹീഖുൽ മഖ്തൂം, ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വിശദമായി അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സദസ്സിൽ അങ്ങനെ വിശദമായി ഒരൊറ്റ സദസ്സിൽ അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജാലിസു റമളാനിലെ സദസ്സുകളിൽ അദ്ദേഹം പറഞ്ഞ വളരെ ചുരുങ്ങിയ കുറച്ച് ഭാഗങ്ങൾ ഒരു ഉണർത്തൽ മാത്രമേ ഈ സദസ്സിൽ വെച്ച് നമുക്ക് പറഞ്ഞു കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും അള്ളാഹുവിന്റെ ശത്രുക്കളായ മക്ക മുശ്രിക്കീങ്ങളുടെ മേൽ അതിശക്തമായ വിജയം അവർക്ക് നൽകി ഈ ബദർ യുദ്ധത്തിൽ വെച്ച്. വസുമ്മിയ ദാലിക്കൽ യൗമ യൗമുൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് യൗമുൽ ഫുർഖാൻ, സത്യ അസത്യത്തിന്റെ ഇടയിലുള്ള വേർതിരിച്ച് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിന്റെ ആളുകൾ ഇവരാണ്, അള്ളാഹുവിന്റെ പക്ഷക്കാർ ഇവരാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളും നാശത്തിന്റെയും തെറ്റിന്റെയും ആളുകൾ ഇന്നവരാണ് എന്ന് ലോകത്തുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് ആ യുദ്ധത്തിൽ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് യൗമുൽ ഫുർഖാൻ എന്ന് അള്ളാഹു അതിനെ പേര് വിളിച്ചു. ലിഅന്നഹു സുബ്ഹാനഹു ഫറഖ ഫീഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ അള്ളാഹു വേർതിരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഖുറൈശികൾ അവർ കാബത്തിന്റെ നോട്ടക്കാരും അതിന്റെ ആളുകളുമാണ്, അള്ളാഹുവിന്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. അറബികളുടെ ഇടയിൽ അവർക്ക് പ്രത്യേകമായ പരിഗണനയും അവർക്ക് സംരക്ഷണവും ആദരവും ഉണ്ടായിരുന്നു. ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ ആളാണ് എന്ന് പലർക്കും അറിയാത്തൊരാശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ യുദ്ധത്തോടുകൂടെ സത്യം ഇന്നവരുടെ ഭാഗത്താണ്, അള്ളാഹുവിന്റെ ആളുകൾ ഇവരാണ്, സത്യത്തിന്റെ വക്താക്കൾ ഇന്നവരാണ്, ബാത്തിലിന്റെ അസത്യത്തിന്റെ ആളുകൾ ഇന്നതാണ് എന്ന് ആളുകൾക്ക് കൃത്യമായി മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമിനും സഹാബത്തിനും മുസ്ലിം പക്ഷത്തിന് പിന്നീട് അറേബ്യൻ ഉപദ്വീപിലും അതിനോടടുത്ത പ്രദേശങ്ങളായ ഹബശയിലും യമനിലും മറ്റുള്ള രാജ്യങ്ങളിലും പേരായി, അംഗീകാരമായി, രക്ഷയായി, ആദരവായി, സുരക്ഷയായി. അതാണ് ബദർ യുദ്ധം കൊണ്ട് നടന്ന അതിൻ്റെ പിന്നിലുണ്ടായ കാര്യങ്ങൾ. സത്യ അസത്യങ്ങളുടെ ഇടയിൽ അള്ളാഹു വേർതിരിച്ചു. വഖദലൽ കുഫാറൽ മുശ്രിക്കീൻ, സത്യനിഷേധികളായ മുശ്രിക്കീങ്ങളെ അള്ളാഹു സഹായിക്കാതെ അവഹേളിച്ചു വിട്ടു, തകർത്ത് പരാജയപ്പെടുത്തി. കാന ദാലിക ഫീ ശഹ്രി റമളാൻ മിനസ്സനത്തി സാനിയത്തി മിനൽ ഹിജ്റ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിൽ റമളാൻ മാസത്തിലാണിത് നടന്നത്. ഈ പറയുന്ന യുദ്ധത്തിന്റെ കാരണം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലഗഹു അന്ന അബാ സുഫിയാൻ ഖദ് തവജ്ജഹ മിനശ് ശാമി ഇലാ മക്ക ബിഈരി ഖുറൈശിൻ, ഖുറൈശിയുടെ യാത്രാ സംഘവുമായി വമ്പിച്ച സമ്പത്തുമായി ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. അപ്പൊ തന്റെ അനുചരന്മാരിൽ വിളംബരം ചെയ്തു, ഈ പറയുന്ന കച്ചവട സംഘത്തെ പിടികൂടണം. അക്രമമായിട്ടല്ല, അനീതിയും കൊള്ളയുമായിട്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കക്കാരും പരസ്യമായ ശത്രുതയിലാണ്. അവരുമായിട്ട് യാതൊരു കരാറുമില്ല, സമാധാന സന്ധിയില്ല, അവർ ശത്രുപക്ഷത്താണ്. അതിൻ്റെയും പുറമെ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും അവരുടെ ഭവനങ്ങളിൽ നിന്ന്, സമ്പത്തുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, പവിത്രമായ മക്കയിൽ നിന്ന് ആ നാട്ടിൽ ആദർശമായി ജീവിക്കാൻ അനുവദിക്കാതെ പുറത്താക്കിയ ശത്രുക്കളാണിവർ. ഇവരുടെ സമ്പത്ത്, ഇവരുടെ വീടുകൾ, ഇവരുടെ കുടുംബങ്ങൾ, അത് മുഴുവനും ശത്രുക്കളായ ഖുറൈശികളുടെ കയ്യിലുണ്ട്. അവർക്കതുകൊണ്ട് തന്നെ അതിന് പകരം ചോദിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. അതല്ലാതെ കൊള്ളക്കാരായിട്ടോ അക്രമികളായിട്ടോ ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇത് ചെയ്തത്. പരിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സംഭവങ്ങളെ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു, ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ പരസ്പരം പോരടിച്ച 2 വിഭാഗം ആളുകൾ, കക്ഷികൾ എന്ന് പറഞ്ഞ ആയത്ത് ഈ പറയുന്ന ബദർ യുദ്ധവുമായിട്ടാണ് എന്ന് പറയുന്ന ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ള അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, ഈ ആയത്തിറങ്ങിയത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, 2 വിഭാഗം ആളുകൾ. ഒരു കൂട്ടർ സത്യത്തിന്റെ പക്ഷത്തായിരുന്നു,
മറ്റൊരു കൂട്ടർ ബാത്തിലിന്റെ ആളുകളായിരുന്നു. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ഈ ശത്രുപക്ഷത്തുള്ള കുഫാറുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിനായുള്ള വസ്ത്രങ്ങളാണ്. അവരുടെ തലകളുടെ മുകളിൽ കൂടെ ചുട്ടുപഴുത്ത വെള്ളത്തെ ഒഴിക്കപ്പെടും ശിക്ഷയായിക്കൊണ്ട്. ആ വെള്ളം ദ്രാവകം അവരുടെ തലയുടെ മുകളിൽ കൂടെ ഒഴിക്കപ്പെട്ടാൽ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അവരുടെ ആമാശയങ്ങളും അവരുടെ ശരീരത്തിലുള്ള തൊലിയും മജ്ജയും മാംസവും അത് ഉരുകി ഒലിച്ചു പോകും. അങ്ങനത്തെ ചൂട് കഠിനമായ വെള്ളം. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. അതിൻ്റെ പുറമെ അതികഠിനമായ ഇരുമ്പിൻ്റെ ദണ്ടുകൾ കൊണ്ടുള്ള ശിക്ഷകൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞ ആയത്ത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ സ്വർഗവും അവിടുത്തെ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചു എന്ന് പറയുന്ന ആയത്ത് ബദ്ർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയലുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ അനുചരന്മാരും 300 ചില്ലാനം ആളുകൾ ഈ പറയുന്ന ഖുറൈശികളുടെ യാത്രാ സംഘത്തെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു. അവരുടെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് ആളുകൾക്ക് മാത്രം സുബൈർ റളിയല്ലാഹു അൻഹുവിനും സുബൈർ ബിനുൽ അവ്വാം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനും മാത്രമാണ് കുതിരകൾ ഉണ്ടായിരുന്നത് വാഹനമായിട്ട്. മറ്റുള്ള ആളുകൾക്ക് 70ഓളം ഒട്ടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 300 ചില്ലാനം ആളുകൾ. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 3ഓളം ആളുകൾ യാത്ര ചെയ്യുമായിരുന്നു. ഒരാൾ ഒരിക്കൽ യാത്ര ചെയ്യും, അവരിറങ്ങി, പിന്നെ മറ്റൊരാൾ, അവരിറങ്ങി, പിന്നെ മറ്റൊരാൾ, ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അടക്കം ഇങ്ങനെ തൻ്റെ കൂടെ 2 അനുചരന്മാരെ യാത്രക്കാരായി കൂട്ടുകയും ചെയ്തിരുന്നു. 70 ഒട്ടകങ്ങൾ മാത്രം. ബാക്കിയുള്ള ആളുകൾ കാൽനടയായി നടന്നുകൊണ്ടാണ് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത്. യഖ്സിദൂനൽ ഈറ ലാ യുരീദൂനൽ ഹർബ്. അവർ യുദ്ധം ഉദ്ദേശിച്ചിരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കൊടുത്തു, ഇദ് യഅിദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈൻ. ഒന്നിരിക്കൽ ഖുറൈശികളെ യുദ്ധം ചെയ്ത് തകർക്കാൻ കഴിയും, അതല്ലെങ്കിൽ അവരുടെ കച്ചവട സംഘത്തെ നിങ്ങൾക്ക് പിടികൂടാൻ കഴിയുമെന്നുള്ള വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയിരുന്നു. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായി സഹാബികൾ ഈ കച്ചവട സംഘത്തെ പിടികൂടുക, യുദ്ധവും സംഘട്ടനവും അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മനുഷ്യരങ്ങനെയാണ് നമ്മളെല്ലാവരും. അതുപോലെ ഈ കച്ചവട സംഘത്തെ പിടികൂടി അവർക്ക് നഷ്ടപ്പെട്ട സമ്പത്തിന് പകരം അത് നേടുക എന്നായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മറ്റൊന്നായിരുന്നു. ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ. നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമുള്ളതായിരിക്കും. അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും, പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ച് നാശമായിരിക്കും. നേരെ മറിച്ച് അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ചില കാര്യങ്ങൾ നമുക്ക് വെറുപ്പായിരിക്കും, അതിൻ്റെ പിന്നിൽ നമുക്ക് നന്മയും ഗുണങ്ങളും നേട്ടങ്ങളും അതിൻ്റെ പിന്നിലായിരിക്കും. അതുപോലത്തെ ഒരു പരീക്ഷണമാണ് ഇവിടെയും ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് ഈ ശത്രുക്കളുമായി ഒന്ന് ഏറ്റുമുട്ടണം. അള്ളാഹുവിൻ്റെ അനുയായികൾ, അള്ളാഹുവിൻ്റെ പക്ഷക്കാരുടെ ധീരത എന്താണ്, അവരുടെ ആദരവ് എന്താണ്, അള്ളാഹു അവരെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് ഈ ശത്രുക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇതായിരുന്നു അവൻ്റെ തീരുമാനം. അങ്ങനെ മുൻ തീരുമാനമില്ലാതെ, മുൻ വാഗ്ദത്തമില്ലാതെ, മുൻകൂട്ടിയുള്ള നിശ്ചയമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് ആ ബദറിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹു ഈ 2 സൈന്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു റസൂലും സഹാബികളും വരുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടി. കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി മദീനക്കാർ വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. ഒരു കാര്യം, അദ്ദേഹം അവിടെ വെച്ച് ഒരു മനുഷ്യനെ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മക്കക്കാരായ ആളുകൾക്ക് വിവരം കൊടുത്തു. നിങ്ങളുടെ കച്ചവട സംഘം വലിയ ഒരു അപകടത്തിൻ്റെ വക്കിലാണ്, ഏത് നിമിഷവും മദീനക്കാരവരെ പിടികൂടും, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കണമെന്ന് വിളംബരം ചെയ്യാൻ വേണ്ടി. മറ്റൊരു ഭാഗത്തിൽ കൂടെ അദ്ദേഹം അറിയപ്പെട്ട മക്കയിലേക്കുള്ള അറിയപ്പെട്ട വഴിയിൽ നിന്ന് മാറി കടൽക്കരയുടെ പരിസരത്തിലുള്ള ആ സാധാരണ ആളുകൾ സഞ്ചരിക്കാത്ത വഴിയിൽ കൂടെ അവർ യാത്ര ചെയ്ത് സുരക്ഷിതമായി തൻ്റെ സൈന്യത്തെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഖുറൈശികൾക്ക് വിവരം കിട്ടിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ കൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന ആയത്തിൽ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും തടുക്കാൻ വേണ്ടി, അവരെ നേരിടാൻ വേണ്ടി അവർ പുറപ്പെട്ടു. അല്ലാഹു ആ പറയുന്ന സംഭവം സൂറത്തുൽ അൻഫാലിൽ പറയുന്നു.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങളൊരിക്കലും അഹങ്കാരികളും ധിക്കാരികളുമായ മക്ക മുശ്രിക്കീങ്ങളായ ആളുകളെ പോലെയാവരുതേ. അവരുടെ നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് പുറപ്പെട്ടു റസൂലിനെയും സഹാബികളെയും തടയാൻ വേണ്ടി ബത്റൻ വരിആ അന്നാസ്, ധിക്കാരം കാണിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകളെ അറിയിച്ച് കേൾപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾ ഖുറൈശികൾ ആദരിക്കാൻ വേണ്ടി, നമ്മുടെ ശക്തി എന്താണ്, നമ്മുടെ കഴിവ് എന്താണ്, നമ്മൾ ആരാണ് എന്ന് വേറുള്ള അറാബികളായ ഗ്രാമക്കാരായ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ധിക്കാരപരമായിട്ടാണ് അവർ ഈ പറയുന്ന ബദറിലേക്ക് പുറപ്പെട്ടത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ഉദ്ദേശം എന്താണ്, അള്ളാഹുവിനത് കൃത്യമായിട്ട് അറിയും. അള്ളാഹു അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ വരാൻ കാരണം ഇത് സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും, പിശാച് അവർ ചെയ്യുന്നത് നല്ലതാണ് എന്നവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. പിശാച് അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്ന് നിങ്ങളെ തടുക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല എന്ന് പറഞ്ഞു. ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളെ സഹായിയായി കൂടെയുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മനുഷ്യരൂപത്തിൽ പിശാച് ഇവരുടെ സദസ്സിൽ വരികയും അവർക്ക് ഈ പറയുന്ന ഉത്ബോധനം നൽകി. ഇന്നി ജാറുൽ ലക്കും എന്ന് പറഞ്ഞ് അവരെ മക്കയിലേക്ക് ധിക്കാരികളും അഹങ്കാരികളുമായി ഇറക്കിവിട്ടു. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ, അങ്ങനെ രണ്ട് സൈന്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ ആ രണാങ്കണത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ പിശാച് പിന്മാറി. എന്നിട്ട് അവന് പറഞ്ഞു, വഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, ഞാൻ നിങ്ങളെ കൂട്ടത്തിലില്ല. കുടുങ്ങിയ സമയത്ത്, നിർബന്ധിത ഘട്ടത്തിൽ, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. ബദറിൽ അള്ളാഹുവിന്റെ മലക്കുകളെ സഹായികളായി അള്ളാഹു ഇറക്കിയിരുന്നു. പിശാച് അവരെ കണ്ടു, അവൻ അപകടം മണത്തു. അങ്ങനെ അവൻ അവിടെ വെച്ച് പിന്മാറി. മുശ്രിക്കീങ്ങളായ ആളുകൾ ആ യുദ്ധമുഖത്ത് അവർ നിസ്സഹായരായി വന്നുപെട്ടു. ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അള്ളാഹു അത് കഠിനമായ ശിക്ഷ ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കപടവിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. മനസ്സിൽ ഈമാന് തട്ടാത്ത, പ്രത്യക്ഷത്തിൽ മാത്രം മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അവർ ഈ മുഅ്മിനീങ്ങളെ വിമർശിച്ചുകൊണ്ട് നിർബന്ധിത ഘട്ടത്തിൽ സഹായിക്കാതെ ഇന്നും ലോകത്ത് ധാരാളം കപടവിശ്വാസം, കാപട്യമുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, അവർ പറഞ്ഞു ഗർറ ഹൗലാഇ ദീനുഹും, ഈ മുസ്ലിങ്ങൾ ഇവരെ ദീന് ഇവരെ വഞ്ചിച്ചു, ഒരു ഇസ്ലാമാണ്, ദീനാണ്, ആദർശാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ ശക്തരായ ഖുറൈശികളോട് നേരിടാൻ വേണ്ടി, ഏറ്റുമുട്ടാൻ വേണ്ടി വന്ന് ഇറ്റങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ മുസ്ലിമീങ്ങളെ നിസ്സഹായരായ ആ സമയത്ത് അവരെ അവഹേളിക്കാനും സഹായിക്കാതെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവരും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഇന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹുവിൽ കാര്യങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന പക്ഷം അവനവൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ ഹിക്മത്തുള്ളവനാണ്. കാര്യങ്ങളുടെ വരും വരായികൾ അള്ളാഹു കൃത്യമായി അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയും ഇങ്ങനെ പോയപ്പോൾ മുശ്രിക്കീങ്ങളായ ആളുകൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ അഹങ്കാരികളും ധിക്കാരികളും ഞങ്ങളെ നേരിടാൻ ആരുമില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയുമായി ബദറിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. മുശ്രിക്കീങ്ങളായ ആളുകൾ വരുന്ന വിവരം അബൂ സുഫിയാന് വീണ്ടും കിട്ടിയ സമയത്ത് അദ്ദേഹം രണ്ടാമത് വേറൊരാളെ മക്കക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ സമ്പത്ത് സുരക്ഷിതമാണ്, മുഹമ്മദും അവന്റെ ആളുകളും ഞങ്ങളെ പിടികൂടിയിട്ടില്ല, ഞങ്ങൾക്ക് ഭീഷണിയില്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളീ എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കാൻ വന്നതായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അബൂജഹൽ ഉണ്ടായിരുന്നു. അബൂജഹൽ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ഈ ഉമ്മത്തിലുള്ള ഫിർഔൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട ഫിർഔനെ പോലത്തെ ഈ ലോകത്ത് റസൂലിന്റെ നേരിടേണ്ടി വന്ന ഫിർഔനാണ് അബൂജഹൽ എന്ന് പറയുന്ന, ദീനിനോടും ഇസ്ലാമിനോടും പ്രവാചകനോടും മുഅ്മിനീങ്ങളോടും കൊടിയ ശത്രുതയുള്ള അബൂജഹൽ ഉണ്ടായിരുന്നു. അവൻ രംഗം കൈയടക്കി. അങ്ങനെ തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലാ നർജിഉ ഹത്താ നരിദ ബദറൻ, നമ്മൾ ബദറിൽ ചെല്ലാതെ മടങ്ങിപ്പോകുന്ന വിഷയമേ ഇല്ല, പ്രശ്നമല്ല. അങ്ങനെ ഫനുഖീമു അലൈഹി തലാസൻ, ബദറിൽ ചെന്ന് 3 ദിവസം നമ്മൾ അവിടെ താമസിക്കും. ഫനൻഹറുൽ ജസർ, ഒട്ടകങ്ങളെ അറുത്ത് വിതരണം ചെയ്യും, ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. വനസ്കിൽ ഖംർ, മദ്യം നമ്മൾ കുടിക്കും. വതഅസിഫു അലൈനൽ ഖിയാൻ, പാട്ട് പാടുന്ന അടിമ സ്ത്രീകളും പെണ്ണുങ്ങളും ഇവിടെ വെച്ച് നമ്മുടെ മദ്ഹുകളും നമ്മുടെ സ്തുതികീർത്തനങ്ങളും പാടിപ്പുകഴ്ത്തി മറ്റുള്ള അറബികൾ നമ്മളെക്കുറിച്ച് കേൾക്കും.
വതസ്മഉ ബിനൽ അറബു വബിമസീരിനാ വജംഇന. നമ്മൾ ഈ വന്ന യാത്രയെ സംബന്ധിച്ചും നമ്മുടെ ശക്തിയും പ്രതാപത്തെക്കുറിച്ചും മറ്റുള്ള ഗോത്രങ്ങളും നാട്ടുകാരും അറിഞ്ഞ് അവർ കേൾക്കും. ഫലാ യസാലൂന യഹാബൂനനാ അബദ. പിന്നീട് നമ്മോട് എതിരിടാൻ, നമ്മളെ നേരിടാൻ, നമ്മളെ ആക്രമിക്കാൻ അവർക്കാർക്കും കഴിയാത്ത നിലക്കുള്ള ഒരു പ്രതാപം, ഒരു ശക്തി അത് നമ്മൾ നേടിയെടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫംലു, മടങ്ങിപ്പോകരുതേ, ബദറിലേക്ക് തന്നെ തിരിക്കി എന്ന് പറഞ്ഞു. ഖബ്ബഹഹുല്ലാഹു മിൻ ജാഹിൽ. അബൂജഹൽ, ജാഹിലായ ആ മനുഷ്യൻ, അവനെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും പരാജയത്തിലേക്ക് തള്ളി നീക്കി. ഇങ്ങനത്തെ വിഡ്ഢികളായ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സമൂഹങ്ങൾ, സമുദായങ്ങൾ ധാരാളം ദുരിതങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖുറൈശികൾ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ജമഅ മൻ മഅഹു മിനസ് സ്വഹാബത്തി ഫസ്തശാറഹും. തൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രമുഖരായ ഖുലഫാഉർ റാഷിദുകളുണ്ട്, മറ്റുള്ള സഹാബികളുണ്ട്. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് കൂടിയാലോചന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് എന്നോടുള്ള വാഗ്ദാനം രണ്ടാലൊന്ന് നൽകുക എന്നുള്ളത്. ഒന്നിരിക്കൽ ഖുറൈശികളെ പരാജയപ്പെടുത്തി അവിടെ ഒരു വിജയം, അതല്ലെങ്കിൽ ഈ കച്ചവട സംഘത്തിൽപ്പെട്ട അവരുടെ സമ്പത്ത് ഏതെങ്കിലും ഒന്ന് നൽകുക എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. ഏതാണ് എന്ന് കൃത്യമായി അള്ളാഹു എനിക്ക് വിവരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വളരെ ഭംഗിയായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അദ്ദേഹം തന്നെ വളരെ ഭംഗിയായി മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ ശേഷം മിഖ്ദാദ് ഇബ്നുൽ അംർ റളിയല്ലാഹു അൻഹു അവിടെ എണീറ്റ് നിന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഇംളി ലിമാ അറാഖല്ലാ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്താണോ ആ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഫനഹ്നു മഅക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടാകും. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ ലിമൂസ. ബനൂ ഇസ്രായീൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയുകയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഫലസ്തീനിൽ പോയ സമയത്ത് അള്ളാഹു യുദ്ധത്തിന് കൽപ്പിച്ചപ്പോൾ ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ മൂസാ നബിയോട് പറഞ്ഞതിങ്ങനെ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളി, ഞങ്ങൾക്കൊണ്ട് ഇനി കഴിയൂല. മിസ്റിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് രക്ഷപ്പെട്ടു വന്നു, ഇനി വീണ്ടും യുദ്ധം എന്ന് പറയും ഞങ്ങൾക്ക് താങ്ങൂല എന്ന് പറഞ്ഞ അദബ് കേടിൻ്റെ, മര്യാദക്കേടിൻ്റെ വാക്ക് പറഞ്ഞു. അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ഒരിക്കലും റസൂലെ നിങ്ങളോട് പറയുകയില്ല. ഫഖാത്തിൽ എന്ന് പറയുകയില്ല. നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് എന്താണോ ആ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. ലൗ സിർത ബിനാ ഇലാ ബർക്കിൽ ഗിമാദ് ലജാലദ്നാ മഅക മിൻ ദൂനിഹി ഹത്താ തബ്ലുഗ. നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് ആഫ്രിക്കയിലേക്ക് പോകുകയാണെങ്കിൽ, ബർക്കുൽ ഗിമാദ് ഹബശയിലാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതല്ല മദീനയിൽ നിന്ന് അതിവിദൂരമായ റിയാദിന്റെ ഭാഗത്തുള്ള സൗദി അറേബ്യയുടെ യമനിനോടടുത്ത് ചേർന്ന പ്രദേശമാണ് ബർക്കുൽ ഗിമാദ് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങോട്ട് നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരാനും അവിടെ വെച്ച് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരിക്കലും ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് കൃത്യമായി അവതരിപ്പിച്ചു കൊടുത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുത്തു, നന്മയുടെ വാക്കുകൾ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു ഇവരൊക്കെ മുഹാജിരീങ്ങളാണ്. വീണ്ടും റസൂല് പറഞ്ഞു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ ഒരു അഭിപ്രായം തരി, ജനങ്ങളെ നിങ്ങളുടെ നിലപാടെന്താണ്, കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അൻസാരികളെയാണ്. മുഹാജിരിങ്ങളുടെ കാര്യം കൃത്യമാണ്. റസൂലിനും സഹാബത്തിനും സഹായിക്ക എന്ന് വാഗ്ദത്തം ചെയ്തത് ഏറ്റെടുത്ത ആളുകൾ അൻസാരികളാണ്. അവിടെ നിന്നാണ് യുദ്ധത്തിന് പോരുന്നത്. അപ്പം അവരുടെ നിലപാടെന്താണ്, അവരുടെ അഭിപ്രായം എന്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ പറയുന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സദസ്സിൽ എണീറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, ആമന്നാ ബിക വസദ്ദഖ്നാക. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചവരാണ്, നിങ്ങൾ പറയുന്നത് മുഴുവനും സത്യമാണ് എന്ന് അംഗീകരിച്ച് വാസ്തവമാക്കിയ ആളുകളാണ്. വശഹിദ്നാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, നിങ്ങൾ കൊണ്ടുവന്നത് പൂർണ്ണമായ സത്യമാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ്. വഅഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാഥീഖനാ അലാ സമഇ വത്വാഅതി ലക്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ അനുസരിക്കാം. അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ള ഉന്മേഷമുള്ള സമയത്താണെങ്കിൽ, ഞങ്ങൾക്ക് ദുരിതവും പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളത് പറയുന്നത് കേൾക്കാം, അനുസരിക്കാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തന്ന ആളുകളാണ്. അതുകൊണ്ട് ഫംളി യാ റസൂലല്ലാഹി ലിമാ അറത്ത്, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അങ്ങോട്ട് നിങ്ങൾ നീങ്ങിക്കോളി. ഫനഹ്നു മഅക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്,
സത്യം കൊണ്ട് നിങ്ങൾ അയച്ച അള്ളാഹുവാണ് സത്യം. ലവിസ്തഅറൽത ബിനൽ ബഹറ ഫഖുൽതഹു ലഖുൽനാഹു മഅക്. ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ ഈ സമുദ്രത്തിലേക്ക് കടന്നാൽ ആ സമുദ്രത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പിന്നിൽ ഞങ്ങളും കടക്കാൻ തയ്യാറാണ്. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ. ഒരാളും നിങ്ങളുടെ കൂടെ വരാതെ പിന്നോട്ടടിച്ചു നിൽക്കുകയില്ല. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവന ഗദൻ. നാളെ വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവന ഗദൻ ഇന്നാ ലസബ്റുൻ ഫിൽ ഹർബ്. നാളെ ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ ശത്രുക്കളുടെ മുന്നിലേക്ക് പോകുക, ഞങ്ങൾക്കത് വെറുപ്പുള്ള കാര്യമല്ല, ഞങ്ങളതിന് തയ്യാറാണ്. യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചു നിൽക്കാൻ തയ്യാറാണ്. സുദുഖുൻ ഇൻദൽ ലിഖാ. ശത്രുക്കളെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന സത്യം പറഞ്ഞ ആളുകളായിരിക്കും ഞങ്ങൾ. വലഅല്ലല്ലാഹ യുരീക മിന്നാ മാ തഖിറു ബിഹി ഐനുക്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണിന് കുളിർമയുണ്ടാക്കി തരും അല്ലാഹു. ഞങ്ങളിൽ നന്മ നിങ്ങൾക്ക് അല്ലാഹു കാട്ടിത്തരും, അത് നിങ്ങൾ പ്രതീക്ഷിച്ചോളി. ഫസിർ അലാ ബറക്കത്തില്ല. അള്ളാഹുവിൻ്റെ ബറക്കത്തിലായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകി അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ഇതും കൂടി കേട്ടപ്പോൾ ഫസുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി സഅദ്. അൻസാരികളിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷിച്ചു. വനശതഹു ദാലിക്. അത് ഉന്മേഷം നൽകി അള്ളാഹുവിൻ്റെ റസൂലിന്. സുമ്മ ഖാല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സീറു വ അബ്ശിറു. എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുക, നമ്മൾ മടങ്ങിപ്പോകണ്ട, ഖുറൈശികൾ വരട്ടെ, നേരിടാം, നിങ്ങൾ സന്തോഷിച്ചോളി. ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. രണ്ടാലൊന്ന് എനിക്ക് നൽകുക എന്ന് അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വല്ലാഹി ലക അന്നിയൽ ആന അൻദുറു ഇലാ മസാരിഇൽ ഖൗം. ശത്രുക്കളായ കുഫാറുകൾ മുശ്രിക്കീങ്ങൾ വെട്ടുകൊണ്ട് വീണ് കിടക്കുന്ന ആ സ്ഥലത്തിലേക്ക് ഞാനിങ്ങനെ നോക്കിക്കാണുന്നത് പോലെ ഇരിക്കുന്നു. ഏകദേശം ഒരു സൂചന, ഇവിടെ ഒരു സംഘടന നടക്കും, യുദ്ധം നടക്കും, അവിടെ വെച്ച് ശത്രുക്കൾക്ക് പരാജയമുണ്ടാകും എന്നുള്ള ആ സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം സഹാബികളെ അറിയിച്ചു. അങ്ങനെ ഫസുറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സമിഅ മിനൽ കലാമിൽ മുഹാജിരീന വൽ അൻസാരി റളിയല്ലാഹു അൻഹും. മുഹാജിരീങ്ങൾ അൻസാരികളുടെ വാക്കുകൾ കേട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷിച്ചു. ഇതാണ് ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട കൃത്യമായ നിലപാട് ഇതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ, നിയമങ്ങൾക്ക് യാതൊരു ഉപാധിയുമില്ലാതെ കീഴൊതുങ്ങാൻ, അനുസരിക്കാൻ തയ്യാറാകുക. അവിടുന്ന് പറഞ്ഞത് കേൾക്കുക, പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. എന്നാൽ ഈ ബദർ യുദ്ധത്തിൽ അനുഭവപ്പെട്ടതുപോലത്തെ വിജയങ്ങൾ, അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കുക. വ്യക്തികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കാതെ കൃത്യമായി അതനുസരിക്കാൻ, അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകും. നമ്മുടെ നിയന്ത്രണങ്ങൾക്കൊക്കെ അപ്പുറമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിൽ കൂടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. വഖാല സീറു വ അബ്ശിറു ഫവല്ലാഹി ലക അന്നി അൻദുറു ഇലാ മസാരിഇൽ ഖൗം. ശത്രുക്കൾ കൊണ്ട് വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ കാണുന്നത് പോലെ ഇരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ സൈന്യങ്ങളുമായി മുന്നോട്ട് പോയി. ഹത്താ നസലു അദ്നാ മാഇൻ മിൻ മിയാഹി ബദറിൻ. ബദർ എന്ന് പറയുന്ന ആ പ്രദേശത്തിലുള്ള ഒരു വെള്ളത്തടാകത്തിൻ്റെ അടുത്ത് അവർ ചെന്ന് ഇറങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം. അപ്പോൾ ഫഖാല ലഹു അൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. പ്രമുഖനായ സഹാബി, യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം, അനുഭവ സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, അറഅയ്ത ഹാദൽ മൻസിൽ. നമ്മളിപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ സ്ഥലമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലെ, ആ മൻസിലുൻ അൻസലകഹുല്ലാഹു ലൈസ ലനാ അൻ നതഖദ്ദമ അൻഹു ഔ നതഅഖർ. ഇവിടുന്ന് മുന്നോട്ടും പോകാൻ പാടില്ല, പിന്നോട്ടും പോകാൻ പാടില്ല. കൃത്യമായി ഇവിടെ തന്നെ നമ്മൾ വന്നിറങ്ങി വിശ്രമിക്കണം. നമ്മളുടെ സ്ഥലം ഇവിടെയായിരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതല്ല, നിങ്ങൾക്കുള്ള ഒരു യുദ്ധതന്ത്രമായിട്ടാണോ ഇത്? നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് എടുത്തതാണോ? യുദ്ധത്തിന് ഏറ്റവും നല്ല സ്ഥലം ഇതാണ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൽ ഹുവ റഅ്യു വൽ ഹർബു വൽ മക്കീദ. ഇതൊരു യുദ്ധവുമാണ്, അതിന്റെ തന്ത്രവുമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഇതിന്റെ മുമ്പ് ഒരുപാട് യുദ്ധം ചെയ്ത ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സഹാബി പറഞ്ഞു, ഇന്ന ഹാദാ ലൈസ ബിമൻസിൽ. എന്നാൽ ഇത് നമുക്ക് അനുയോജ്യമായ, യുദ്ധത്തിൽ നമ്മൾ വന്ന് വിശ്രമിക്കേണ്ട, താമസിക്കേണ്ട കൃത്യമായൊരു സ്ഥലം അല്ല ഇത്. യുദ്ധത്തിന്റെ തന്ത്രത്തിൽപ്പെട്ടതല്ല ഇത്. അതുകൊണ്ട് ഫൻഹൽ ബിനാ ഹത്താ നഅതിയ അദ്നാ മാഇൻ മിനൽ ഖൗം ഫനൻസിലഹു. ഇവിടെ കണ്ട ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധത്തിന്റെ സമയത്ത്
ഇവിടെയല്ല നമ്മൾ വന്ന് വിശ്രമിക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ടുകൂടി ഇത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൃത്യമായ നിയമമാണെങ്കിൽ ഇത് പാലിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. യുദ്ധത്തിന് വന്ന സമയത്ത്, ശത്രുപക്ഷം അപ്പുറത്തുള്ള സമയത്ത് നമ്മൾ വന്ന് വിശ്രമിക്കേണ്ടത് ഇവിടെയല്ല, യുദ്ധത്തിന്റെ തന്ത്രത്തിൽ യോജിച്ചതല്ല. പക്ഷേ ദീൻ ഇതാണെങ്കിൽ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പന ഇതാണെങ്കിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് സഹാബത്തിന്റെ മാനസികാവസ്ഥ. ഇതായിരിക്കണം ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ എടുക്കേണ്ട നിലപാടും. ഇതല്ല എന്ന് പറഞ്ഞപ്പോ എന്നാൽ ഇവിടെ നമ്മൾ എണീക്കണം. ഫൻഹദ് ബിന, അള്ളാഹുവിന്റെ റസൂലെ ഇവിടെ നമ്മൾ പോകണം. ശത്രുക്കൾ അവിടെ വന്ന് വിശ്രമിക്കുന്ന അവരുടെ അടുത്തുള്ള വെള്ളത്തടാകത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ അവിടെ ചെന്നിറങ്ങണം. എന്നിട്ട് അവരുടെ ആ നമ്മൾ ചെന്ന വെള്ളത്തടാകത്തിന്റെ അപ്പുറത്തുള്ള വെള്ളം ശേഖരിക്കാൻ പറ്റുന്നത് മുഴുവനും നമ്മൾ നശിപ്പിക്കണം, ഉപയോഗശൂന്യമാ അല്ലാത്ത നിലക്കാക്കണം. അങ്ങനെ നമ്മുടെ ആ വെള്ളത്തടാകത്തിന്റെ അടുത്ത് ടാങ്കും സൗകര്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ കാലികളും ഇവിടെ വെള്ളം ഉപയോഗിക്കുക യഥേഷ്ടം. ശത്രുക്കൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ. ഏറ്റവും ആദ്യം യുദ്ധത്തിന്റെ ശക്തമായൊരു തന്ത്രം ആ സഹാബി പറഞ്ഞുകൊടുത്തു. ഈ പറയുന്ന ഉപദേശം അള്ളാഹുവിന്റെ റസൂലിന് വളരെ നല്ലതായി അനുഭവപ്പെട്ടു. റസൂൽ അവിടുന്ന് എണീറ്റു. ഫനസല ബിൽ ഉദ്വത്തി ദുനിയാ മിമ്മാ യലിൽ മദീനത. അങ്ങനെ റസൂലും സഹാബികളും മദീനയുടെ അടുത്ത ഖുറൈശികൾ അവർ പ്രതീക്ഷിച്ചിരുന്ന വെള്ളത്തടാകത്തിന്റെ അടുത്ത് ചെന്ന് അവർ വിശ്രമിച്ച് ഇറങ്ങി. ഖുറൈശികൾ മക്കയോട് അടുത്ത ആ പ്രദേശത്തും ഇറങ്ങി. വഅൻസലല്ലാഹു തിൽക്കൽ ലൈലത മതറൻ. ആ രാത്രിയിൽ അള്ളാഹു ഒരു മഴ വർഷിപ്പിച്ചു. കാന അലൽ മുശ്രിക്കീന വാബിലൻ ശദീദൻ വവഹലൻ സലീഖൻ യംനഉഹു മിന തഖദ്ദും. ശത്രുക്കൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത നിലക്ക് അവർ വിശ്രമിച്ച സ്ഥലങ്ങൾ മുഴുവനും അഴുക്കും ചളിയും കാല് പിടിക്കാത്ത മൃഗങ്ങൾക്ക് കാലുറക്കാത്ത നിലക്ക് സ്ഥലമാക്കി മാറ്റി. വകാന അലൽ മുസ്ലിമീന തല്ലൻ ത്വഹറഹും. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അത് ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു മഴയാക്കി മാറ്റി. അവരിൽ ചില ആളുകൾ ആ യുദ്ധത്തിന്റെ രാത്രിയിൽ അവർക്ക് വലിയ അശുദ്ധി ഉണ്ടായിരുന്നു, സ്വപ്നസ്ഖലനമുണ്ടായിട്ട് ആ പറയുന്ന വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ച് വൃത്തിയാകാനുള്ള സൗകര്യം. അതേപോലെ അവർക്കും അവരുടെ മൃഗങ്ങൾക്കും കാലിറക്കുന്ന നിലക്ക് ആ പ്രദേശത്തുള്ള മണലുകളെയും മണ്ണിനെയും അള്ളാഹു ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തി. അവർക്ക് കൃത്യമായി നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന, ശത്രുക്കളെ നേരിടാൻ പറ്റുന്നൊരു സാഹചര്യം രണ്ടാമത് അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. ചെറിയൊരു മഴയാണ് നമ്മുടെ കാഴ്ചയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന പക്ഷം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതുകൊണ്ട് വമ്പിച്ച വിജയം, മറുപക്ഷത്തുള്ള ആളുകൾക്ക് അതിശക്തമായ പരാജയത്തിനുള്ള കാരണങ്ങൾ അള്ളാഹു സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നു. വബനൽ മുസ്ലിമൂന ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ യുദ്ധം നടക്കുന്ന യുദ്ധമുഖത്തേക്ക്, ആ സ്ഥലത്തേക്ക് ശരിക്കും എത്തി നോക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശത്ത് ഒരു പന്തലിട്ട് കൊടുത്തു. ഈ തപ്പന മടലുകളും മറ്റും അവിടെ വെച്ച് ഒരു പന്തൽ റസൂലിന് ഒരു തണലുള്ള ഒരു സ്ഥലമുണ്ടാക്കി കൊടുത്തു. യുദ്ധത്തിന്റെ നായകൻ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് കൃത്യമായി യുദ്ധമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ടി. ഇന്ന് ബദറിൽ കൂടെ പോകുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന ആ അരീഷ് എന്ന് പറയുന്നത് നിലനിന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു പള്ളിയും സൗകര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്താണ് യുദ്ധം നടന്നിരുന്ന ആ സ്ഥലമുണ്ടായിരുന്നത്. ആ പറയുന്ന പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിശ്രമിച്ചു. അവിടുത്തെ സഹാബികളെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഫുകളായി അണിയായി നിർത്തി അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു. അവിടെ വെച്ച് നടന്ന ചില സംഭവങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലിന് സഹായികളായി സംരക്ഷകരായി കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹും റസൂലിന്റെ കൂടെ ആ പന്തലിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ യുദ്ധത്തിന്റെ ആ മൈതാനിയിൽ അത് നടക്കുന്നതിന് മുമ്പിൽ തന്റെ അനുയായികളെ അവിടെ വെച്ച് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് യുദ്ധത്തിന്റെ മൈതാനിയിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. ആ നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശത്രുക്കപ്പെട്ട ഓരോ ആളുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഹാദാ മസ്റഉ ഫുലാനിൻ, അബൂജഹൽ ഇവിടെ വീണ് കിടക്കും, ഉത്ബ ഇവിടെ വീണ് കിടക്കും, ഷൈബ ഇവിടെ വീണ് കിടക്കും എന്ന് പറഞ്ഞ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ലമ്മാ കാന യൗമു ബദരിൻ, ബദറിന്റെ ദിവസമായപ്പോൾ നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ മുശ്രിക്കീന വഹും അൽഫ്, മുശ്രിക്കീങ്ങൾ 1000-ഓളമുണ്ട്. അവർക്ക് ആയുധങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, സർവസജ്ജരായിട്ടുള്ള ആളുകളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തന്റെ അനുയായികൾക്കും കൂടെയുള്ളത് ആകെ 2 കുതിരകൾ, 70ഓളം വരുന്ന ഒട്ടകങ്ങൾ. ആയുധങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ ശുഷ്കിച്ച അവസ്ഥയിൽ ഒരു യുദ്ധത്തിന് തയ്യാറായി കൊണ്ടുവന്ന ആളുകളെ അല്ല. തന്റെ അനുചരന്മാരിൽപ്പെട്ട പലർക്കും മാനസികമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം നേരിടാനുള്ള അവസ്ഥയിലെത്തിയിട്ട് പോലുമില്ലാത്ത സ്ഥിതിയിലാണ്. ഈ മുശ്രിക്കീങ്ങളെ കൊള്ള നോക്കി തന്റെ അനുചരന്മാർ 300 ചില്ലാനം ആളുകൾ, 319ഓളം വരുന്നവർ, ആയുധത്തിന്റെ കുറവ്, അതേപോലെ തന്നെ മൃഗങ്ങളുടെ വാഹനത്തിന്റെ കുറവ്, മറ്റുള്ള പ്രയാസങ്ങൾ, അത് മദീനയിൽ ചെന്നതിന്റെ ശേഷമുള്ള മറ്റു പ്രയാസങ്ങൾ അവർക്കുണ്ട് താനും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടു. സുമ്മ മദ്ദ യദൈ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈയും ആകാശത്തിലേക്ക് ഉയർത്തി നീട്ടി. ഫജഅല യഹ്തിഫു ബി റബ്ബിഹി, അല്ലാഹുവിനോട് കേണ് ദുആ ചെയ്യാനും സഹായത്തെ തേടാനും തുടങ്ങി. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്ത് നടത്തി തരണം. ഇതാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, നീ എന്നോട് വാഗ്ദാനം ചെയ്തത് നീ നൽകണം അല്ലാഹുവേ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബത്തു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്, മുസ്ലിമീങ്ങളായ ഈ സംഘത്തെ ഇന്ന് ഇവിടെ വെച്ച് നീ നശിപ്പിക്കുന്ന പക്ഷം ഇനി പിന്നെ ഈ ലോകത്ത് നിനക്ക് ഇബാദത്ത് നടക്കുകയില്ല. അവസാനത്തെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദീനും നബുവത്തും തൗഹീദുമാണ്. ഈ സംഘത്തിനെ ഇന്ന് ഇവിടെ വെച്ച് നീ നശിപ്പിക്കുന്ന പക്ഷം ഭൂമിയിൽ പിന്നെ നിന്റെ ഇബാദത്ത് നടക്കുകയില്ല. കൃത്യമായി കാര്യങ്ങൾ ദുആ ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിനോട് സഹായത്തെ തേടി. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ബദറിന്റെ ആ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാഫികളായ ആളുകൾ ബദരീങ്ങളോട് സഹായത്തെ തേടുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങൾ പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായത്തെ തേടി. റസൂലുള്ളാഹിനോടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. ഫമാ സാല യഹ്തിഫു ബി റബ്ബിഹി മാദൻ യദൈ മുസ്തഖ്ബിലൽ ഖിബ്ല, 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി നീട്ടി ഖിബിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം വിളിച്ച് തേടാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല്. ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈ, 2 ചുമലിൽ നിന്നും അവിടുത്തെ മേൽത്തട്ടം താഴേക്ക് ചാടി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ആ തട്ടമെടുത്ത് റസൂലിന് വീണ്ടും അവിടുത്തെ ചുമലിൽ ഇട്ട് കൊടുത്തു. സുമ്മൽ തസമഹു മിൻ വറാഇഹി, അങ്ങനെ പിൻഭാഗത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ, കഫാക മുനാശദതുക റബ്ബക, നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് സഹായത്തെ തേടിയത് മതി. ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് അവൻ നടത്തിത്തരും, അവനത് പൂർത്തിയാക്കി തരും എന്ന് പറഞ്ഞു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായത്തെ തേടുന്ന ആ സംഭവം, ആ സമയം നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഫസ്തജാബ ലക്കും, ഉടനെ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അള്ളാഹുവിന്റെ റസൂല് നായകനാണ്, അമീറാണ്, നേതാവാണ്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തു. അനുചരന്മാരായ സഹാബികള് അവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. തസ്തഗീഥൂൻ, നിങ്ങൾ സഹായത്തെ തേടി റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. അതല്ലാതെ സഹാബികൾ വന്ന് റസൂലുള്ളാഹിനോട് സഹായത്തെ തേടല്ല ചെയ്ത്, അള്ളാഹുവിനോട് സഹായത്തെ തേടി. ഇങ്ങനത്തെ ആപൽ ഘട്ടത്തിൽ ശക്തരായ സൈന്യങ്ങൾ, ശത്രുക്കള് മറുപക്ഷത്ത് ഇവരെയും കാത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പൊ സംഭവിച്ചത്, ഫസ്തജാബ ലക്കും റബ്ബുക്കും, ഉടനെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുകയാണ്. 1000 മലക്കുകൾ. അതിന്റെ പുറമെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് വീണ്ടും സഹായങ്ങൾ. സഹാബികൾ ബദറിൽ പങ്കെടുത്ത അവർ പറയുമായിരുന്നു, ഞങ്ങൾ ശത്രുപക്ഷത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ വെട്ടാൻ വേണ്ടി വാളുമായി ചെല്ലുമ്പോഴേക്ക് അവന്റെ തല, ശിരസ് അവന്റെ കഴുത്തിൽ നിന്ന്, പെരടിയിൽ നിന്ന് അറ്റുചാടുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. അങ്ങനെ യുദ്ധം നടന്നു. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തു. മറ്റു ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ ഇങ്ങനെ കാണാം. അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശ്, അല്ലാഹുവേ ഇത് ഖുറൈശികളാണ്. ജാഅത് ബിഫഖരിഹാ വഖുയലാഇഹാ വഖൈലിഹാ, അവരുടെ കുതിരപ്പടയാളികളുമായി അഹങ്കാരവും ധിക്കാരവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. തുഹാദ്ദുക വതുകദ്ദിബു റസൂലക്, നിന്നോട് ശത്രുത കാണിച്ചുകൊണ്ട്, നിന്റെ മറുപക്ഷത്തായിക്കൊണ്ട്, നിന്റെ പ്രവാചകനെ കളവാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ നസ്റകല്ലദീ വഅദ്തനി, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്ത ആ സഹായം ഞാൻ നിന്നോട് ചോദിക്കുന്നു.
അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, നീ എന്നോട് വാഗ്ദാനം ചെയ്ത ആ കാര്യങ്ങൾ നീ എനിക്ക് നടത്തി തരണം. അല്ലാഹുമ്മ ഇന്നി അൻഷുദുക അഹദക വ വഅദക, നിന്റെ കരാറ്, നിന്റെ വാഗ്ദാനം ഞാൻ അതാണ് എന്നോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇൻ ശിഅത ലം തുഅബദ്, ഈ പറയുന്ന സൈന്യത്തെ ഇന്ന് ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെടുന്ന പക്ഷം നീ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസ്തൻസറൽ മുസ്ലിമൂന റബ്ബഹും വസ്തഗാഥൂ, മുസ്ലിമീങ്ങളായ ആളുകളും അള്ളാഹുവിനോട് സഹായത്തെ തേടി, അള്ളാഹുവിനോട് ഗൗസിനെ തേടി. അതല്ലാതെ മൊഹീദ്ദീൻ ഷെയ്ഖിനോടോ അതല്ലെങ്കിൽ ഔലിയാക്കളോടോ ബദരീങ്ങളോടോ അല്ല ഗൗസിയ ഗൗസല്ല ആലം എന്ന് പറഞ്ഞത്. അള്ളാഹുവെ, നിർബന്ധിത ഘട്ടത്തിൽ നിസ്സഹായരായ അത്യാവശ്യ ഘട്ടത്തിൽ സഹായത്തെ തേടുന്നതിനാണ് ഗൗസ് എന്ന് ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നത്. ആ നിലക്കുള്ള സഹായം തേടി മുഅ്മിനീങ്ങളായ ആളുകൾ. ഫസ്തജാബ ലഹും റബ്ബുഹും, അള്ളാഹു അവർക്ക് ആ ഉടനെ തന്നെ ഉത്തരം ചെയ്തു. ഇത് യുഹീ റബ്ബുക ഇലൽ മലായികത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ മലക്കുകൾക്ക് അള്ളാഹു സന്ദേശം നൽകി, അന്നീ മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിത്തുൽ ലദീന ആമനു, അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ രണാങ്കണത്തിൽ യുദ്ധമുഖത്ത് നിങ്ങൾ അവരെ ഉറപ്പിച്ചു നിർത്തണം, ധൈര്യം കൊടുക്കണം, സമാധാനം കൊടുക്കണം. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, സത്യനിഷേധികളായ ആളുകളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കും. ഖിയാമത്ത് നാൾ വരെയുള്ള മുശ്രിക്കീങ്ങൾ കുഫാറുകളാണെങ്കിൽ അവർ എത്ര വലിയ ശക്തരും അഹങ്കാരികളുമാണ് എന്ന് വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ കണ്ണിലും കാഴ്ചയിലും കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഭയമുണ്ടാകും. പക്ഷേ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ അവരടുത്തുള്ളത് കൃത്യമാക്കണം, ക്ലിയറാക്കണം എന്നുള്ളത്. കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ആയുധങ്ങളും സൗകര്യങ്ങളും ഒരുക്കൂട്ടുന്നതിൻ്റെ കൂടെ അതിപ്രധാനമായ ഈമാൻ, അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള ശക്തമായ വിശ്വാസവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കൃത്യമായി അനുസരിക്കാനും തയ്യാറാകുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തും മുസ്ലിമീങ്ങൾക്ക് വിജയമായിരിക്കും, ശത്രുക്കൾക്ക് പരാജയമുണ്ടാകും. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കും. ഫദ്രിബൂ ഫൗഖൽ അയനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, അവരുടെ കഴുത്തിന്റെ മുകളിൽ തലയടുക്കി അവരുടെ കൈകൾ വെട്ടിമുറുക്കി എന്നാണ് മലക്കോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ദാലിക ബിഅന്നഹും ഷാഖുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരായി എന്നുള്ളത്. വമൻ യുശാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് ദാലികും ഫദൂഖൂഹു വഅന്ന ലിൽ കാഫിരീന അദാബന്നാർ. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ആര് എതിരാവുകയാണെങ്കിലും അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടാകും. അത് അവർ ആസ്വദിക്കുകയും രുചിക്കുകയും വേണ്ടിവരും. സത്യനിഷേധികൾക്ക് മരണത്തിന്റെ ശേഷം നരകത്തിലുള്ള അതികഠിനമായ ശിക്ഷയുമുണ്ട് എന്ന് പറയും. അങ്ങനെ രണ്ട് സൈന്യങ്ങളും തമ്മിൽ ഒരുമിച്ചുകൂടി യുദ്ധമുഖത്ത് ഏറ്റുമുട്ടി. വഹമിയൽ വത്തീസ്, ആ രംഗം ചൂടുപിടിച്ചു. വസ്തദാറത്ത് റഹൽ ഹർബ്, യുദ്ധം രണ്ടു കൂട്ടരുടെയും ശക്തമായി അത് മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പന്തലിൽ നിന്നിട്ട് ഈ രംഗങ്ങൾ കൃത്യമായി വീക്ഷിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഅദ് ഇബ്നു മുആദും റസൂലിന് കാവലായിക്കൊണ്ട് തന്റെ കൂടെയുണ്ട്. ഫമാസാല സല്ലല്ലാഹു അലൈഹി വസല്ലം യുനാഷിദു റബ്ബഹു വയസ്തൻസിറുഹു വയസ്തഗീഥു, നിരന്തരം അവിടെ വെച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ റസൂലിന് ചെറിയൊരു മയക്കം അനുഭവപ്പെട്ടു. അങ്ങനെ ആ മയക്കം കഴിഞ്ഞതിന്റെ ശേഷം അതിൽ നിന്ന് ഉണർന്ന് തെളിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, ഈ സൈന്യങ്ങൾ പരാജയപ്പെടുത്തപ്പെടും, അവർ പിന്തിരിഞ്ഞോടും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ, വഹയ്. ശത്രുക്കൾക്ക് പരാജയമാണ്, അവർ പിന്തിരിഞ്ഞോടാൻ പോകുകയാണ്, അവർക്ക് തകർച്ചയാണ് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു. വഹറള അസ്ഹാബഹു അലിൽ ഖിതാൽ, യുദ്ധത്തിനു വേണ്ടി തന്റെ സൈന്യങ്ങളെ പ്രോത്സാഹിച്ചു കൊണ്ടേയിരുന്നു. വഖാല, അവിടെ വെച്ച് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്, അവൻ തന്നെയാണ്, അള്ളാഹുവാണ് സത്യം എന്നർത്ഥം. ലാ യുഖാതിലുഹുൽ യൗമ റജുലുൻ, ഈ ദിവസം ഈ ശത്രുക്കളുമായി ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നില്ല. ഫയുഖ്തലു സാബിറൻ മുഹ്തസിബ, അങ്ങനെ ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ലോകമാന്യത്തിനോ മറ്റുള്ളവരെ കാണിക്കാനോ ധീരത പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ താല്പര്യമൊന്നുമില്ലാതെ പ്രതിഫലം മോഹിച്ച് ക്ഷമിച്ച് യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്ന പക്ഷം മുഖ്ബിലൻ ഗൈറ മുദ്ബിർ, ശത്രുക്കളുടെ ഭാഗത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാതെ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്ന പക്ഷം ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന വാഗ്ദാനം നൽകി. ഇത് കേട്ടപ്പോ സൈന്യങ്ങളുടെ സഹാബിയുടെ കൂട്ടത്തിൽപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹിമാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് കാരക്കുകൾ ഉണ്ടായിരുന്നു. യുദ്ധമുഖത്ത് വെച്ച് അത് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹ അസ്സമാവാതു വൽ അർള്,
ആകാശഭൂമിയിലേറെ വിശാലതയുള്ള ആ സ്വർഗം അവന് ലഭിക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ഇത്ര വിശാലമായ സ്വർഗം ലഭിക്കും എന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അത് ലഭിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കാണ്. ഒരു സഹാബിക്ക് അതിലുള്ളൊരു വിശ്വാസം, അതിലുള്ളൊരു ഉറപ്പാണ്. ആ പറയുന്ന വാക്കിൽ പിന്നെ ഒരു സംശയമില്ല. അതൊക്കെ നമ്മളെ തെരുപ്പ് കയറ്റാണ്, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അപകടത്തിൽപ്പെടുത്തുകയാണ്, അതല്ലെങ്കിൽ നമ്മളെ പരാജയത്തിൽ, ഇതൊന്നുമല്ല. കൃത്യമായിട്ട് ചോദിച്ചു, നഅം, അതെ. അപ്പൊ ആ സഹാബി പറഞ്ഞു, ബഖിൻ 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 യാ റസൂലല്ലാഹ്. സഹിഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. ബഖിൻ ബഖിൻ, സന്തോഷം കൊണ്ട് പറയുന്നൊരു വാക്കാണ് അള്ളാഹുവിന്റെ റസൂലെ. മാ ബൈനി വബൈന അൻ അദ്ഖുലൽ ജന്നത ഇല്ലാ അൻ യഖ്തുലനി ഹൗല. ഞാനും സ്വർഗത്തിൽ കടക്കുന്നതിന്റെ ഇടയിൽ ഈ ശത്രുക്കൾ എന്നെ കൊല്ലുക എന്നുള്ള തടസ്സം മാത്രമേ ഉള്ളൂ. ലഇൻ ഹയ്യതു ഹത്താ ആകുല തമറാത്തി ഹാദിഹി ഇന്നഹാ ലഹയാത്തുൻ തവീല. എന്റെ കയ്യിലുള്ള ഈ കാരക്കുകൾ കഴിക്കുന്നത് വരെ ജീവിക്കുക എന്ന് പറഞ്ഞത് വളരെ ദീർഘമായൊരു ഒരു ജീവിതമാണ്, ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞ് തുമ്മ അൽഖത്തമറാത്തി വഖാതല ഹത്താ ഖുതിൽ റളിയല്ലാഹു അൻഹു. അതൊഴിവാക്കിയിട്ട് അത് കഴിക്കാൻ പോലും നിൽക്കാതെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി യുദ്ധം ചെയ്തു. അദ്ദേഹത്തിനെ കൊല്ലപ്പെട്ടു, അവിടെ വെച്ച് ഷഹീദായി. ഇതുപോലത്തെ മറ്റു ചില സഹാബികളുടെ ചരിത്രങ്ങൾ സഹിഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നത് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ യുദ്ധം ശക്തമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് ചരക്കൽ അവിടെ വെച്ച് വാരി. ഫറമാ ബിഹൽ ഖൗം, അങ്ങനെ ശത്രുപക്ഷത്തേക്ക് അതെറിഞ്ഞു. ഫഅസാബത്ത് അഅയുനഹും, അവരുടെ കണ്ണുകളിലൊക്കെ ആ കല്ലിൽ നിന്നുള്ള ഭാഗങ്ങൾ ചെന്ന് ചാടി. ആ മണ്ണും കല്ലും അവരുടെ കണ്ണുകളിൽ ചെന്ന് ചാടി ശത്രുക്കളെ. ഫമാ മിൻഹും വാഹിദുൻ ഇല്ലാ മലഅത് അയ്ന, ശത്രുക്കപ്പെട്ട ഓരോ ആളുകളുടെയും കണ്ണിൽ അതിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങൾ ചെന്ന് ചാടി. വശുഗിലൂ ബിത്തുറാബി ഫീ അയ്യുനിഹിം, കണ്ണിൽ നിന്ന് അത് മാറ്റാനും കണ്ണ് ശുദ്ധിയാക്കാനും വൃത്തിയാക്കാനുമുള്ള ആ തിരക്കിലായി പിന്നീട് അവർ മുന്നോട്ട് കാണാതെ, മുന്നോട്ട് പോകാൻ കഴിയാതെ. അള്ളാഹുവിന്റെ ഒരു മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് ഫഹുസിമ ജംഉൽ മുശ്രിക്കീൻ, അഹങ്കാരികളും ധിക്കാരികളുമായി വന്ന, ഭൗതികമായ സാമഗ്രികളും സൗകര്യങ്ങളുമായി വന്ന, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകളെയും തകർക്കാൻ വേണ്ടി വന്ന ആ ശത്രുക്കളെ പരാജയപ്പെടുത്തപ്പെട്ടു. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. വവല്ലവുൽ അദ്ബാർ, പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. വഅത്ബഅഹുൽ മുസ്ലിമൂൻ യഖ്തുലൂന വയഅ്സിറൂൻ, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കൊന്നുകൊണ്ട് മറ്റൊരു വിഭാഗം ആളുകളെ തടവുകാരായി പിടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവരെ പിന്നാലെ പോകാനും തുടങ്ങി. ഖതലൂ 70 റജുലൻ, 70ഓളം മുശ്രിക്കീങ്ങളായ പ്രമുഖരായ ആളുകൾ, ഈ പറയുന്ന അബൂജഹൽ അടക്കമുള്ള ഇവരെ തരിപ്പിൽ കയറ്റി ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന അബൂജഹൽ അടക്കമുള്ളവരെ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ പ്രമുഖരായ 70 ആളുകളെ തടവുകാരായി കെട്ടിവരിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശക്തമായ പരാജയം മുശ്രിക്കീങ്ങൾക്ക്, കുഫാറുകൾക്ക്, അള്ളാഹുവിന്റെ എതിർചേരിയിലുള്ള ആളുകൾക്ക്. അതിശക്തമായ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തന്റെ കൂടെയുള്ള അനുചരന്മാർക്കും. പ്രതീക്ഷിക്കാത്ത വിജയം, കൃത്യമായ അള്ളാഹുവിന്റെ സഹായങ്ങൾ. അങ്ങനെ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. റസൂലിന്റെ പതിവ് അങ്ങനെയായിരുന്നു, ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവിടെ 3 ദിവസം താമസിക്കുക എന്നുള്ളത്. കൊല്ലപ്പെട്ട ആളുകളിൽപ്പെട്ട പ്രമുഖരായ 10-24ഓളം ആളുകളെ അവിടെയുണ്ടായിരുന്ന ബദറിലുണ്ടായിരുന്ന ചില പൊട്ടൻ കിണലുകൾക്ക്, ഉപയോഗശൂന്യമായ കിണറുകളിൽ വലിച്ചു കൊണ്ടുപോയി തള്ളാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അബൂജഹൽ അതിൽപ്പെടും. ഷൈബത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അതിലുണ്ട്. അവന്റെ സഹോദരനായ ഉത്ബത്തുണ്ട്. അവന്റെ പുത്രനായിരുന്ന വലീദ് ബിൻ ഉത്ബ എന്ന് പറയുന്ന മക്കയിലുള്ള പ്രമുഖരായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വന്ന ആളുകളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ ഇനി ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ, അവിടുത്തെ ഏറ്റവും പ്രമുഖരായ ആളുകൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ബലൽ കഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ശരീഫിലേക്ക് മുന്നിട്ടു. ഫദഅ അലാ ഹഉലാഇൽ അർബഅ, അവരുടെ പ്രമുഖരായ ഏറ്റവും ധിക്കാരികളായ അക്രമികളായ ഈ മനുഷ്യർക്ക് കേടായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു യുദ്ധത്തിന്റെ മുമ്പ് തന്നെ. ഫഅശ്ഹദു ബില്ലാഹി ലഖദ് റഅയ്തുഹും സർഅ ഖദ് ഗയ്യറതുഹും അശ്ശംസു വകാന യൗമൻ ഹാറ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിൽ സാക്ഷ്യം വഹിക്കുകയാണ്, ഈ പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കേടായ ദുആന്റെ ഫലമായിക്കൊണ്ട്
ഈ പ്രമുഖരായ 4 ആളുകളെയും ഞാൻ കണ്ടു യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട് തള്ളിടപ്പെട്ടവരായിട്ട്. ഭൂമി പഴുത്ത് അതികഠിനമായ ചൂടുള്ള ദിവസമായിരുന്നു. 2-3 ദിവസമായപ്പോഴേക്ക് അവരൊക്കെ ദുർഗന്ധം പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ ചീഞ്ഞു നാറിയിരുന്നു. 2-3 ദിവസമായപ്പോഴേക്ക് അങ്ങനെ അവരെ ബദറിലുള്ള പൊട്ടൻകിണറ്റിലേക്ക് വലിച്ചുകൊണ്ടുപോയി തള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ തൽഹത്തുൽ അൻസാരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ 24ഓളം വരുന്ന പ്രമുഖരായ ആളുകളെ, ഈ ഖുറൈശി പ്രമുഖരായ ആളുകളെ ബദറിലുണ്ടായിരുന്ന ഖബീസുൻ മുഖ്ബത്ത്, ഈ പറയുന്ന ദുഷിച്ച മനുഷ്യന്മാരുടെ കബറിടമാകാൻ പറ്റുന്ന നിലക്ക് അത്രയും ദുഷിച്ച ഉപയോഗശൂന്യമായ കിണറുകളിൽ കൊണ്ടുപോയി തള്ളപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. മദീനയിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് 3-ാമത്തെ ദിവസം വാഹനം കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോരുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോയി തള്ളപ്പെട്ട ആ കിണറുകളുടെ വക്കിൽ ചെന്ന് നിന്നു. ഫജഅല യുനാദിഹിം ബി അസ്മാഇഹിം വ അസ്മാഇ ആബാഇഹിം, അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും പേര് പറഞ്ഞു. വലീദ് ഇബ്നു ഉത്ബ എന്ന് പറയുന്ന ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, യാ ഫുലാൻ ഇബ്നു ഇന്നാലിന്ന വ്യക്തി, ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയസുറുക്കും അന്നക്കും അത്അതുമുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനും അവന്റെ റസൂലിനും അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ? അതായിരുന്നോ നല്ലത്? ഫഇന്നാ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ, അല്ലാഹു ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി. ഇഹ്ദ ത്വായിഫത്തൈനിയാണ്, ഏതെങ്കിലും ഒന്ന് നൽകാന്ന് പറഞ്ഞു. അത് നൽകി. നിങ്ങളുമായുള്ള യുദ്ധം, അതിൽ വെച്ചുള്ള വമ്പിച്ച വിജയം, നിങ്ങളുടെ പരാജയം, അതാണ് അല്ലാഹു നൽകിയത്. فإنا قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعدكم ربكم حقا, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയോ? അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്തിനാലുള്ള തീയിനാലുള്ള വസ്ത്രങ്ങൾ, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിൽ കൂടെ പഴുത്ത് ചൂടായ വെള്ളത്തെ ഒഴിക്കപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയങ്ങളും തൊലികളും മാംസങ്ങളും അത് ആ പറയുന്ന വെള്ളത്തിന്റെ ചൂടിന്റെ കാഠിന്യം കാരണം അത് ഉരുകി ഒലിച്ച് ശരീരത്തിൽ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാകും. അതിന്റെ പുറമെ അതികഠിനമായ ഇരുമ്പിന്റെ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രഹരങ്ങൾ അവർക്കുണ്ടാകും. അള്ളാഹു കുഫാറുകളോട് വാഗ്ദാനം ചെയ്തത് അതാണ്. അപ്പൊ ഈ പറയുന്ന വാക്ക് 2-3 ദിവസമായിട്ട് ശരീരമൊക്കെ ദുർഗന്ധമടിക്കുന്ന ആ അവസ്ഥയുള്ള ആളുകളോട് പറയുന്നത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവൻ പോയ ഈ ജഡങ്ങളോട് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ സംസാരിക്കുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി മാ അൻതും ബി അസ്മാഇ മാ അഖൂലു മിൻഹും, ഞാൻ പറയുന്നത് അവരിലേറെ നിങ്ങൾ കേൾക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വഹയായിട്ട് മുഅ്ജിസത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടാക്കി കൊടുത്തു. റസൂൽ പറയുന്നത് കൃത്യമായിട്ട് അവർ കേൾക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങൾ അറിയിച്ചു. 70ഓളം ആളുകൾ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കാര്യത്തിൽ തന്റെ സഹാബത്തിനോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെങ്കിലും പ്രതിഫലം വാങ്ങി അവരെ മാപ്പ് നൽകി വിട്ടയച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് പോലത്തവർ പറഞ്ഞു, അവരെ വധിച്ചു കളയണം, അവർ കുഫാറുകളുടെ പ്രമുഖന്മാരും തലവന്മാരുമാണ്, ഇനി ജീവിക്കാൻ അനുവദിക്കരുതേ, അള്ളാഹുവിന്റെ ദീനിന് എതിരായി അതിനെ ശത്രുക്കളായിക്കൊണ്ട് അവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായക്കാരനായിരുന്നു. അത് സ്വീകരിച്ചു. അവരിന് എന്തെങ്കിലും പകരം വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അതായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കി അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കുക ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോ ആളുകൾക്കും തന്റെ കുടുംബത്തിൽപ്പെട്ട ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കി, അവൻ എന്നിട്ട് അവന്റെ തലയെടുക്കട്ടെ, വധിച്ചു കളയട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായത്തെ സാധൂകരിച്ചുകൊണ്ട് അതായിരുന്നു എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞ് പിന്നീട് ആയത്തുകൾ ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അതിന്റെ പേരിൽ പ്രയാസങ്ങൾ പിന്നീടുണ്ടായിരുന്നു. ചില ആളുകൾ സമ്പത്തുള്ള ആളുകളാണെങ്കിൽ 4000-ഓളം വരുന്ന ദിർഹമുകൾ വാങ്ങിയവരുണ്ട്. ചില ആളുകൾ മദീനക്കാരായ പാവങ്ങളായ കുട്ടികൾക്ക് അറബി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കാം. അത് പഠിപ്പിച്ചു കൊടുത്താൽ അതിന് പകരമായിട്ട് അവരെ വിട്ടയക്കാം. അങ്ങനെ പഠനത്തിന്റെ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില ആളുകൾ മുസ്ലിമീങ്ങളായ ചില ആളുകളെ, ഖുറൈശികളായ ആളുകൾ മക്കയിൽ തടഞ്ഞു വെച്ചിരുന്നു. അപ്പൊ അവരെ വിട്ടുതരാണെങ്കിൽ അതിന് പകരം നിങ്ങളെയും വിട്ടുതരാം. ചില ആളുകളെ കഠിനമായ ഇസ്ലാമിന് പദ്യങ്ങളിൽ കൂടെയും അതേപോലെ തന്നെ പാട്ട് കച്ചേരികളിൽ കൂടെയൊക്കെ ഇസ്ലാമിനെയും പ്രവാചകനെയും അതികഠിനമായി വിമർശിക്കുന്ന ചില ആളുകളെ വധിച്ചു കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തടവുകാരായിട്ട് പിടിക്കപ്പെട്ടവരിൽ
ചില ആളുകൾക്ക് അവർക്കൊന്നും പ്രതിഫലം വാങ്ങാതെ മാപ്പ് നൽകി വിട്ടയക്കുകയും ചെയ്തു. ഇതാണ് ഗസ്വത്ത് ബദർ. വളരെ കുറഞ്ഞ ആളുകൾ, ശക്തരായ എല്ലാവിധ സാഹചര്യങ്ങളും സൗകര്യങ്ങളുമുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ സഹായിച്ചു എന്നുള്ളതാണ് ബദറിന്റെ ചരിത്രത്തിൽ അതിപ്രധാനമായത്. എന്തുകൊണ്ട് ഇവർക്ക് ഈ സഹായം ലഭിച്ചു, എന്താണ് അവനതിന് സ്വീകരിച്ച കാര്യങ്ങൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നു. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സംഘം. വ ഉഖ്റാ കാഫിറത്തുൻ, മറ്റേ വിഭാഗം സത്യനിഷേധികളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം യുദ്ധം, അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ അവന്റെ തൃപ്തിയിലും അവന്റെ സബീലിലുമാണെങ്കിൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ, സാമഗ്രികൾ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, സാഹചര്യങ്ങൾ അത് പരിതാപകരമാണെങ്കിൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷത്താണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണെങ്കിൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കും. അതിനൊരുപാടൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ആവശ്യമില്ല താനും. നമ്മൾ കേട്ടതുപോലെ ചെന്നിറങ്ങിയ ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ, വർഷിച്ച മഴയുടെ കാര്യത്തിൽ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗകര്യങ്ങളോടുകൂടെ അള്ളാഹുവിന് അവന്റെ മുഅ്മിനീങ്ങളായ ആളുകളെ സഹായിക്കാനും രക്ഷിക്കാനും വിജയിപ്പിക്കാനും കഴിയും. നമ്മൾ വലിയ വിഷയങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അത് വളരെ നിസ്സാരമായി കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും. അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം നമ്മൾ. രണ്ടത്തരെ, ഈ മുഅ്മിനീങ്ങളുടെ 2 ഇരട്ടി അത്രത്തോളമുള്ള ആളുകളാണ് കണ്ടാൽ. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശ, അള്ളാഹു അവന്റെ സഹായങ്ങൾ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സഹായിക്കും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉത്ബോധനങ്ങളുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ അതിശക്തമായ വ്യക്തമായ പാഠങ്ങളുണ്ട്. ഇൻതസറത്തിൽ ഫിഅത്തുൽ ഖലീലത്തു, വളരെ കുറഞ്ഞ ഈ സംഘങ്ങൾ അവിടെ വിജയം നേടി. ലിഅന്നഹ ഖായിമത്തുൻ ബിദീനില്ല, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പോകുന്നവരായിരുന്നു. അവരുടെ വിശ്വാസം കൃത്യമായിരുന്നു, അവരുടെ ഇബാദത്തുകൾ കൃത്യമായിരുന്നു. അള്ളാഹുവിനും റസൂലിനും യാതൊരു ഉപാധിയുമില്ലാത്ത നിലക്ക് അവർ അനുസരിക്കുന്നവരായിരുന്നു. ചില റിവായത്തുകളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഒഴിവാക്കിക്കളി. നിങ്ങൾ എടുക്കുന്ന സമ്പത്തായിരിക്കും ഞങ്ങൾക്ക് നിങ്ങൾ ഒഴിവാക്കി എടുക്കാതെ വെക്കുന്ന സമ്പത്തിനിലേറെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ എന്ത് പറയുന്നു അത് പൂർണ്ണ മനസ്സോടെ അനുസരിക്കാനും കേൾക്കാനും ഞങ്ങൾ തയ്യാറാണ്. മുസ്ലിമീങ്ങൾ ഈ പറയുന്ന അനുസരണം അള്ളാഹുവിനും റസൂലിനും അനുസരിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വിജയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകും. ഇതുപോലത്തെ പ്രതാപങ്ങളും ഇസ്സത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതാണ് ലിഅന്നഹാ ഖായിമത്തുൻ ബിദീനില്ല തുഖാതിലു ലിഇലാഇ കലിമതിഹി വദ്ദിഫാഇ അൻ ദീനിഹി, അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറയുന്ന ചെറു സംഘം അവർ തയ്യാറായപ്പോൾ ഫനസറഹല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു എന്നുള്ളത്. അതുകൊണ്ട് അല്ലാമ ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സദസ്സിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം പറയാണ്, ഫഖൂമു ബിദീനിക്കും അയ്യുഹൽ മുസ്ലിമൂൻ, നിങ്ങളുടെ ദീന് കൃത്യമായി പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകി മുസ്ലിമീങ്ങളെ. ലിതുൻസറു അലാ ആദാഇക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ. വസ്ബിറു വസാബിറു വറാബിത്തു, നിങ്ങൾ ക്ഷമിക്കി, കുറച്ച് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹുവിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അതിൽ ജാഗ്രതയോടുകൂടെ ജാഗരൂകരായി കഴിച്ചുകൂട്ടുവീൻ. ദീനിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും, അതിൽ യാതൊരു അഡ്ജസ്റ്റിനും, അതിൽ ആരെയും തൃപ്തിപ്പെടുത്താനും പോകാതെ അതിൽ നിങ്ങൾ കൃത്യമായി മുറാബത്ത എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കടന്നു വരുന്ന വഴികളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉറങ്ങാതെ ജാഗ്രതയോടെ കഴിച്ചുകൂട്ടുന്ന പട്ടാളക്കാരുടെ പ്രവർത്തിക്കാണ് മുറാബത്ത എന്ന് പറയും. ദീനിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ, അതിലൊരു അഡ്ജസ്റ്റും തയ്യാറാകാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതാണ് ബദർ യുദ്ധം. ആ പറയുന്നതിന്റെ ചരിത്രം അതിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവിനും റസൂലിനും നമ്മൾ യാതൊരു ഉപാധിയുമില്ലാതെ അനുസരിക്കുക എന്നുള്ളത്. കൃത്യമായ അനുസരണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലക്ക്. മറ്റൊരു കാര്യം, നമ്മൾ അള്ളാഹുവിലേക്ക് ദുആയുമായി മുന്നോട്ട് ചെല്ലുക എന്നുള്ളതാണ്. നമ്മൾ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും, നേതൃത്വത്തിലുള്ളവരാണെങ്കിലും അനുയായികളാണെങ്കിലും അറിവുള്ളവരാണെങ്കിലും പഠിച്ചു വരുന്നവരാണെങ്കിലും ആരാണെങ്കിലും, മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ, അള്ളാഹുവിലേക്ക് മുന്നിടുക.
അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സമയത്തുള്ള ദുആയുടെ രംഗങ്ങൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവിടുത്തെ തോളിൽ നിന്ന് തട്ടം ചാടുന്ന നിലക്കുള്ള 2 കൈയും ഉയർത്തി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. മുസ്ലിമീങ്ങളായ പല ആളുകളും ബദർ ബെയ്ത്തായിട്ടും ബദർ കിസ്സ പാട്ടായിട്ടും ബദറിന്റെ ആ ദിനമായിട്ടും ആഘോഷങ്ങളായിട്ടൊക്കെ കൊണ്ടാടും. ബദരീങ്ങളോട് സഹായത്തെ തേടിക്കൊണ്ട് ബദരീങ്ങളെ എന്ന് പറയും. ഈ പറയുന്ന ബദരീങ്ങൾ ചെയ്ത പണി എന്താണ്, ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്, അത് പഠിച്ച് അവർ ചെയ്തതുപോലെ ചെയ്യും. സഹായം അള്ളാഹുവിനോട് മാത്രം, ദുആ അള്ളാഹുവിനോട് മാത്രം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ മിന്നിമറയാത്ത നിലക്കുള്ള നിയന്ത്രണങ്ങൾ, കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തി നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി അള്ളാഹു മുഅ്മിനീങ്ങളായ അവന്റെ അടിമകളെ സഹായിക്കും. അന്നൽ ഉമൂറ കുല്ലഹാ ബിയദില്ല, കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് കാര്യങ്ങൾ ഒരുക്കുന്നത്, അവനാണ് ഉദ്ദേശിക്കുന്നത്. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് നടത്തും, അത് നടക്കുകയും ചെയ്യും. അതിന് നമ്മൾ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുകൾ തയ്യാറാകുക. ആക്ഷേപമില്ലാതെ, വിമർശനമില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അധ്യാപനങ്ങൾക്ക് കൃത്യമായി അതിന് കീഴൊതുങ്ങാൻ തയ്യാറാവുക. നമ്മൾ അലട്ടുന്ന ഏത് വിഷയങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ചെറുതും വലുതുമായി നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് റമദാനിൻ്റെ രാപ്പകലുകൾ ദുആക്ക് ധാരാളം അള്ളാഹുവിൻ്റെ പ്രോത്സാഹനമുള്ള, റസൂലിൻ്റെ പ്രോത്സാഹനമുള്ള പ്രതിഫലങ്ങൾ, അതിന് ദുആക്ക് ഉത്തരങ്ങൾ ധാരാളം ലഭിക്കുമെന്ന് വാഗ്ദാനങ്ങൾ വന്ന ഈ രാപ്പകലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാന ആദരണീയരായ ഈ സഹാബത്തിന്റെ മാർഗം അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മൻഹജു സലഫ് എന്ന് പറയുന്ന മൻഹജ് അത് ശരിക്കും വിശ്വാസപരമായ, ആരാധനാപരമായ, അതേപോലെ തന്നെ നമ്മുടെ ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ കൃത്യമായി അവരെ പിന്തുടർന്നുകൊണ്ട് അവർക്ക് ലഭിച്ചതുപോലത്തെ വിജയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുന്നേറാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറയുന്ന ചരിത്രം അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒഴിവുള്ള സമയങ്ങളിൽ മറ്റും അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി